ഹലോ എവ്രി വൺ. ഇന്ന് ഭാര്യമാർക്ക് സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുപ്രീം കോർട്ട് ലേറ്റസ്റ്റ് ഒരു കേസിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹസ്ബൻഡ്സും ഭാര്യമാരെ അവരുടെ അക്കൗണ്ടിലേക്ക് കയറ്റണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇനി തൊട്ട് ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം എപ്പോഴും തുറക്കുക എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഭാര്യമാർ ഫിനാൻഷ്യലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് മാത്രമല്ല കേട്ടോ, ഇനി ATM കാർഡും ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളതും കൂടെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറും. എത്രത്തോളം ഹസ്ബൻഡ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ളും വൈഫിൻ്റെ കയ്യിൽ ആക്കിയിട്ട് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്ഥലത്ത് ഭാര്യമാർ അല്ലെങ്കിൽ വിമൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണ്. ഇപ്പം ഇക്വാലിറ്റി എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ആവാം എന്നുള്ള രീതി, രണ്ടും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു കാര്യം സുപ്രീം കോർട്ട് പറയുമ്പോൾ ഭർത്താക്കന്മാരുടെ കൂടെ ഭാര്യമാരും അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം, അതായത് ജോയിൻ്റ് അക്കൗണ്ടിൽ ഉണ്ടാവണം. ഇത് എത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് അറിയില്ല. കാരണം ഭാര്യമാർക്ക് അല്ലെങ്കിലും ഭർത്താക്കന്മാരുടെ മേളിലൊരു ഹോൾഡ് ഉണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. ഇനി ATM കൂടെ അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻ? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കാര്യമൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് എല്ലാവരെയും അറിയിക്കാമല്ലോ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. എത്രത്തോളം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാ ഹസ്ബൻഡ്സിനുമുണ്ട്. അത് വലിയൊരു ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു ഡിസിഷൻ എന്ന്. ഓക്കെ, ബൈ.